ഹായ് ഓൾ, വെൽക്കം ടു ബിടെക് മെഡിസി. ഇന്ന് നമ്മൾ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് സ്പേസ് അനാലിസിസിൽ പാർട്ട് 9 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ്, അതുപോലെ സൊല്യൂഷൻ ഓഫ് ഹോമോജീനിയസ് സ്റ്റേറ്റ് ഇക്വേഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ടോപ്പിക്കാണ്. സ്റ്റേറ്റ് സ്പേസ് അനാലിസിസിൽ സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ്, അതുപോലെ സൊല്യൂഷൻ ഓഫ് ഹോമോജീനിയസ് സ്റ്റേറ്റ് ഇക്വേഷൻ, എല്ലാ ക്വസ്റ്റ്യനിലും ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ഷുവർ എസ്സേ ക്വസ്റ്റ്യൻ ടോപ്പിക്കാണ് സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ്. നമ്മൾ ലാസ്റ്റ് പാർട്ട് 8 വീഡിയോയിൽ ഡയഗണലൈസേഷൻ, അതായത് ഒരു ഫേസ് വേരിയബിൾ ഫോമിനെ ഡയഗണൽ ഫോമിലേക്ക് അല്ലെങ്കിൽ കനോണിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ടോപ്പിക്കാണ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ്. നമ്മളുടെ ഈ ചാനലിൽ സ്റ്റേറ്റ് സ്പേസ് അനാലിസിസിൻ്റെ ഒരു സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ഉണ്ട്. അതിനകത്ത് എല്ലാ വീഡിയോസും കൊടുത്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ്, അതിൻ്റെ ഇക്വേഷൻ വരുന്നത് എങ്ങനെയാണെന്ന് പറയാം. അതിനുശേഷം അതിൻ്റെ സ്പെഷ്യാലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാം. സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ്, അതിന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്റ്റേറ്റ് മോഡൽ ഉണ്ടല്ലോ, സ്റ്റേറ്റ് മോഡൽ എക്സ് ഡോട്ട് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി യു, ഈ ഇക്വേഷൻ എടുക്കും. ഓക്കെ, അതിൽ യു വെക്ടർ ഉണ്ടല്ലോ, നമ്മൾ യു വെക്ടർ അത് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോഴത്തേക്ക് നമ്മളുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? എക്സ് ഡോട്ട് ഈക്വൽ ടു എ എക്സ് എന്ന് വരും. അപ്പോൾ ഈ ഇക്വേഷനെയാണ് നമ്മൾ ഹോമോജീനിയസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ കേസിൽ ഈ ബി മെട്രിക്സ് 0 വരുന്ന കേസ് വരുന്ന സ്റ്റേറ്റ് മോഡലിനെയാണ് നമ്മൾ ഹോമോജീനിയസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ ഓഫ് ഹോമോജീനിയസ് സ്റ്റേറ്റ് ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാണ്. അതിനകത്ത് വരുന്ന ഒരു മെട്രിക്സ് ആണ് സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്താ ചെയ്തത്? എക്സ് ഡോട്ട് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി യു സ്റ്റേറ്റ് മോഡലിൽ നമ്മൾ ഇൻപുട്ട് ഇക്വേഷൻ എടുത്തു. എക്സ് ഡോട്ട് ഈക്വൽ ടു എ എക്സ് എന്ന് വരും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഹോമോജീനിയസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ്, ലെറ്റസ് കൺസിഡർ എ സ്കെയിലാർ ഇക്വേഷൻ. ഇക്വേഷൻ കൺസിഡർ ചെയ്യാണ് സ്കെയിലാർ ഇക്വേഷൻ, ദാറ്റ് ഈസ് എക്സ് ഡോട്ട് ഈക്വൽ ടു സ്മോൾ എ ഇൻറ്റു എക്സ്. ഒരു സ്കെയിലാർ ഇക്വേഷൻ കൺസിഡർ ചെയ്തു നമ്മൾ. അതിനുശേഷം വി വിൽ ടേക്ക് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം. ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുകയാണ്. എക്സ് ഡോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി ബൈ ഡി ടി ഓഫ് എക്സ് ആണ് അല്ലേ. എക്സ് ഡോട്ട് മീൻസ് ഡി ബൈ ഡി ടി ഓഫ് എക്സ് ആണ്. അതിന് ലാപ്ലാസ് എടുക്കുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? എസ് ഇൻറ്റു എക്സ് ഓഫ് എസ് ഫോമിൽ വരും. അതുപോലെ ഇനിഷ്യൽ കണ്ടീഷൻ എക്സ് ഓഫ് 0 ആയിരിക്കും. ഓക്കെ, സോ എക്സ് ഡോട്ട് ബിക്കംസ്, ബൈ ടേക്കിംഗ് ലാപ്ലാസ് ട്രാൻസ്ഫോം വി വിൽ ഗെറ്റ് എസ് ഇൻറ്റു എക്സ് ഓഫ് എസ് മൈനസ് ഇനിഷ്യൽ കണ്ടീഷൻ എക്സ് ഓഫ് 0 ഈക്വൽ ടു എ ഇൻറ്റു ദിസ് എക്സ് ബിക്കംസ് എക്സ് ഓഫ് എസ്. നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി ഇതിൻ്റെ കേസിൽ എക്സസ് ഉണ്ടല്ലോ, എക്സസ് കോമൺ എടുക്കുകയാണ്. അപ്പോൾ ഈ ടേം എസ് ഇൻറ്റു എക്സ് ഓഫ് എസ് മൈനസ് എ ഇൻറ്റു എക്സ് ഓഫ് എസ് ഈക്വൽ ടു എക്സ് ഓഫ് 0 എന്ന് എടുത്തു. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് എന്ത് കോമൺ എടുക്കാം? എസ് മൈനസ് എ കോമൺ എടുക്കാം. എസ് മൈനസ് എ ഇൻറ്റു എക്സ് ഓഫ് എസ് ഈക്വൽസ് എക്സ് ഓഫ് 0 എന്ന് കിട്ടും. ഓക്കെ, ഫ്രം ദാറ്റ് വി വിൽ ഗെറ്റ് എക്സ് ഓഫ് എസ് ഈക്വൽ ടു എന്ത് വരും? എക്സ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് 0 ഡിവൈഡഡ് ബൈ എസ് മൈനസ് എ എന്ന് കിട്ടും. ഓക്കെ, എക്സ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് 0 ഡിവൈഡ് ബൈ എസ് മൈനസ് എ. ഇതിൻ്റെ ലാപ്ലാസ് ഇൻവേഴ്സ് എടുക്കാം, കാരണം നമുക്കിവിടെ ടൈം ഡൊമെയിനിലാണ് വേണ്ടത്. ഇതിൻ്റെ എക്സ് ഓഫ് എസിൻ്റെ ടേക്കിംഗ് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം. എക്സ് ഓഫ് എസിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എന്തായിരിക്കും? എക്സ് ഓഫ് ടി ഈക്വൽ ടു 1 ബൈ എസ് മൈനസ് എന്റെ ലാപ്ലാസ് ഇൻവേഴ്സ് എന്ന് വെച്ചാൽ ഇ റേസ് ടു 80 ആണ് അല്ലേ. 1 ബൈ എസ് മൈനസ് എന്റെ ലാപ്ലാസ് ഇൻവേഴ്സ് ഇ റേസ് ടു 80 ആണ്. സോ ഇവിടെ 1 ബൈ എസ് മൈനസ് എന്നെ നമുക്ക് എന്ത് എഴുതാം? ഇ റേസ് ടു 80 എന്ന് എഴുതാം, ഇൻറ്റു അവർ എക്സ് ഓഫ് 0 എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് എക്സ് ഓഫ് ടി റെസ്പോൺസ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു 80 ഇൻറ്റു
എക്സ് ഓഫ് സീറോ എന്ന് കിട്ടും. ബൈ അനലോഗി വിത്ത് ദ സ്കെയിലാർസ് കേസ് ദ സൊല്യൂഷൻ ഫോർ ദ സ്റ്റേറ്റ് ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അനലോഗസ് വെച്ചിട്ട് സ്റ്റേറ്റ് ഇക്വേഷൻ എന്ന് വെച്ചാൽ എക്സ് ഡോട്ട് ഈക്വൽ ടു എ എക്സ് ആണ്. ഓക്കെ, നമ്മളിവിടെ എടുത്ത് സ്കെയിലാർ വെക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഡോട്ട് ഈക്വൽ ടു എ എക്സ് എന്നൊരു സ്കെയിലാർ വെക്ടർ എടുത്തിട്ടാണ് എക്സ് ഓഫ് ടി ഫൈൻഡ് ഔട്ട് ചെയ്തത്. അപ്പൊ അതിന്റെ കേസിൽ നമ്മൾ ഇവിടെ എന്താണ് നമ്മുടെ സ്റ്റേറ്റ് ഇക്വേഷൻ എന്താണ്? എക്സ് ഡോട്ട് ഈക്വൽ ടു എ എക്സ് ആണ്. ഇതുമായിട്ട് അനലോഗി വെച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്ക് വി ക്യാൻ റൈറ്റ് ദാറ്റ് ഈസ് എക്സ് ഓഫ് ടി ഈക്വൽ ടു ഇ റേസ് ടു എ ടി ഇൻറ്റു എക്സ് ഓഫ് സീറോ എന്ന് എഴുതാൻ പറ്റും. പറ്റത്തില്ലേ? കണ്ട് ഇവിടെ ഈ സ്കെയിലാറിന്റെ എക്സ് ഡോട്ട് ഈക്വൽ ടു എക്സിൻ്റെത് എക്സ് ഓഫ് ടി ഈക്വൽ ടു ഇ റേസ് ടു എ ടി എക്സ് ഓഫ് സീറോ ആണ്. അപ്പോൾ ഇതും കൂടെ അനലോഗസ് നോക്കുമ്പോഴത്തേക്ക് ഈ സ്റ്റേറ്റ് ഇക്വേഷൻ്റെ, അതായത് ഹോമോജീനിയസ് ആണ്, അതിന്റെ കേസിൽ യു സീറോ ആണ്. ആ കേസിൽ എക്സ് ഓഫ് ടി ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇ റേസ് ടു ഈ ക്യാപിറ്റൽ എ ടി ഇൻറ്റു എക്സ് ഓഫ് സീറോ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇപ്പൊ എക്സ് ഓഫ് ടി ഈക്വൽസ് ഇ റേസ് ടു എ ടി ഇൻറ്റു എക്സ് ഓഫ് സീറോ. അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്, അതിൽ ഇ റേസ് ടു എ ടി അതിന് നമ്മൾ ഒരു ഫൈവ് ഓഫ് ടി വെച്ച് റെപ്രസെന്റ് ചെയ്യും. ആ ഇ റേസ് ടു എ ടി ഈക്വൽ ടു ഫൈവ് ഓഫ് ടിനെയാണ് വി കോൾ ഇറ്റ് ആസ് സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ്. സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ് ദാറ്റ് ഈസ് ഇ ഓഫ് ടി. ഇ റേസ് ടു എ ടി ഉണ്ടല്ലോ, ഇ റേസ് ടു എ ടിനെ വി വിൽ റെപ്രസെന്റഡ് ബൈ എ മെട്രിക്സ് ദാറ്റ് ഈസ് കോൾഡ് ആസ് ഫൈവ് ഓഫ് ടി. ദെയർഫോർ എന്തെഴുതാൻ പറ്റും? എക്സ് ഓഫ് ടി ഈക്വൽസ് ഫൈവ് ഓഫ് ടി ഇൻറ്റു എക്സ് ഓഫ് സീറോ എന്ന് എഴുതാൻ പറ്റും. എക്സ് ഓഫ് ടി ഈക്വൽസ് ഫൈവ് ഓഫ് ടി ഇൻറ്റു എക്സ് ഓഫ് സീറോ എന്ന് എഴുതാൻ പറ്റും. ഇതിന്റെ കേസിൽ ഇപ്പൊ റെസ്പോൺസ് ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ എക്സ് ഓഫ് സീറോ വാല്യൂ തരും, ഇനിഷ്യൽ വാല്യൂ തരും. ഓക്കെ, ഇറ്റ് വിൽ ബി ഗിവൺ. അങ്ങനെയാണെങ്കിൽ ഈ ഫൈവ് ഓഫ് ടി എന്ന് പറഞ്ഞ മെട്രിക്സ് ഫൈൻഡ് ഔട്ട് ചെയ്താൽ ഇത് രണ്ടും കൂടെ പ്രോഡക്റ്റ് എടുക്കുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് ദ എക്സ് ഓഫ് ടി വാല്യൂ. അതാണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഇപ്പോൾ ഒരു ഇനിഷ്യൽ കണ്ടീഷൻ എക്സ് ഓഫ് സീറോ തരികയാണ്, നമ്മൾ ആ പർട്ടിക്കുലർ മെട്രിക്സ് ഫൈവ് ഓഫ് ടി ഫൈൻഡ് ഔട്ട് ചെയ്താൽ ആ മെട്രിക്സ് ഇൻറ്റു എക്സ് ഓഫ് സീറോ വിൽ ഗീവ്സ് ദ എക്സ് ഓഫ് ടി. ഓക്കെ, അതിന്റെ പ്രോബ്ലംസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇതാണ് അതിന്റെ കൺസെപ്റ്റ് വരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ പറയാം. ഇതിന്റെ കേസിൽ സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ് ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് സൊല്യൂഷൻ ഓഫ് ഹോമോജീനിയസ് സ്റ്റേറ്റ് ഇക്വേഷൻ കൂടെ ആയിട്ട് വരും. അപ്പോൾ ഇതാണ് സൊല്യൂഷന്റെ ഇക്വേഷൻ ദാറ്റ് ഈസ് എക്സ് ഓഫ് ടി ഈക്വൽ ടു ഫൈവ് ഓഫ് ടി ഇൻറ്റു എക്സ് ഓഫ് സീറോ ആണ് ഹോമോജീനിയസ് സ്റ്റേറ്റ് ഇക്വേഷന്റെ സൊല്യൂഷൻ. ഓക്കെ, അപ്പൊ അതിനകത്ത് വരുന്ന ഒരു ഫാക്ടറാണ് ഈ സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്തു? എക്സ് ഡോട്ട് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി യു ഒരു സ്റ്റേറ്റ് മോഡലിൽ ഇൻപുട്ട് ഇക്വേഷൻ കൺസിഡർ ചെയ്തു. അതിൽ യു ഈക്വൽ ടു സീറോ കൊടുക്കുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് എക്സ് ഡോട്ട് ഈക്വൽ ടു എ എക്സ്. ഇനി നെക്സ്റ്റ് നമ്മളൊരു സ്കെയിലാർ ഇക്വേഷൻ എക്സ് ഡോട്ട് ഈക്വൽ ടു എ എക്സ് കൺസിഡർ ചെയ്തു. അതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുത്തു. അപ്പോൾ എക്സ് ഡോട്ടിൻ്റെത് എക്സ് 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 മൈനസ് എക്സ് ഓഫ് സീറോ ഈക്വൽ ടു എ ഇൻറ്റു എക്സിൻ്റെത് എക്സ് എസ് വരും. ഇവിടെ ഇനിഷ്യൽ കണ്ടീഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് സ്റ്റേറ്റ് മോഡൽ ആയതുകൊണ്ട്. അപ്പൊ അതിന്റെ കേസിൽ എസ് എക്സ് എക്സ് ഈ മൈനസ് എ എക്സ് ഓഫ് എക്സ് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരുമ്പോഴത്തേക്ക് മൈനസ് എ എക്സ് ഓഫ് എസ് ഈക്വൽ ടു എക്സ് ഓഫ് സീറോ എന്ന് വരും. അതിൽ നമ്മൾ എക്സ് ഓഫ് എസ് കോമൺ എടുക്കുമ്പോൾ എസ് മൈനസ് എ ഇൻറ്റു എക്സ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് സീറോ എന്ന് വരും. ഫ്രം ദാറ്റ് വി വിൽ ഗെറ്റ് എക്സ് ഓഫ് എസ് ഈക്വൽ ടു എക്സ് ഓഫ് സീറോ ബൈ എസ് മൈനസ് എ. ഇപ്പൊ ഈ ഒരു ഇക്വേഷനകത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ലാപ്ലാസ് ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യും. ദാറ്റ് ഈസ് എക്സ് ഓഫ് ടി കിട്ടും. അപ്പം അതിൽ വൺ ബൈ എസ് മൈനസ് എന് ഇ റേസ് ടു 18 എന്ന് എഴുതാൻ പറ്റും, ഇൻറ്റു എക്സ് ഓഫ് സീറോ എന്ന് എഴുതാൻ പറ്റും. അപ്പം ഈ ഒരു സ്കെയിലാർ ഇക്വേഷന്റെ എക്സ് ഡോട്ട് ഈക്വൽ ടു എ എക്സിൻ്റെത് എക്സ് അതിന്റെ റെപ്രസെന്റേഷൻ ഇ റേസ് ടു 80 എക്സ് ഓഫ് സീറോ ആണെങ്കിൽ നമുക്ക് അനലോഗ് വെച്ചിട്ട് എക്സ് ഡോട്ട് ഈക്വൽ ടു എ എക്സിന്റെ എങ്ങനെ എഴുതാൻ പറ്റും? വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എക്സ് ഓഫ് ടി ഈക്വൽസ് ഇ റേസ് ടു 80 എക്സ് ഓഫ് സീറോ വേർ ദിസ് ഇ റേസ് ടു 80 ഈസ് റെപ്രസെന്റഡ് ബൈ എ മെട്രിക്സ് കോൾഡ് സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ്. അതിനെ ഫൈവ് ഓഫ് ടി കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് എക്സ് ഓഫ് ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഫൈവ് ഓഫ് ടി ഇൻറ്റു എക്സ് ഓഫ് സീറോ എന്ന് എഴുതാൻ പറ്റും. ഇപ്പൊ ഈ ഇക്വേഷനാണ് സൊല്യൂഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്തായിരിക്കും? ഈ സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിന്റെ ഇൻപുട്ട് കണ്ടീഷൻ തരും, എന്നോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് ദ സൊല്യൂഷൻ എക്സ് ഓഫ് ടി. ഓക്കെ, ഇനി നെക്സ്റ്റ്
ഈ സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ദാറ്റ് ഈസ് ഫൈ ഓഫ് ടി ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്ത ഫൈ ഓഫ് ടി ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു എ ടി. ഇതിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, ഒരു 5 പ്രോപ്പർട്ടീസ് ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 5 മാർക്സിന് സ്ഥിരം ചോദിക്കുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ്. പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5 പ്രോപ്പർട്ടീസ് ഉണ്ടായതുകൊണ്ട് നോർമലി 5 മാർക്സിന് ചോദിക്കാറുള്ളത്. എളുപ്പമാണ് പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് വൺ മീൻസ് ഫൈ ഓഫ് 0 ഈക്വൽ ടു ഐഡന്റിറ്റി മെട്രിക്സ് ഐ. ഓക്കെ, അപ്പോൾ അതിന് ഈ ഇക്വേഷൻ ഉണ്ടല്ലോ, ഇതാണ് നമ്മൾ ഫൈ ഓഫ് ടിൻ്റെ ഇക്വേഷൻ. ഫൈ ഓഫ് ടി ഈക്വൽസ് ഇ റൈസ് ടു എ ടി എന്നാണ്. ഇവിടെ ഫൈ ഓഫ് 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെടുക്കും, ടിക്ക് 0 കൊടുക്കും. സോ ഫൈ ഓഫ് 0 ഈക്വൽ ടു ഇ റൈസ് ടു 0 എന്ന് വരും. ഇ റൈസ് ടു 0 ഈക്വൽ ടു 1 ആണ്. ദാറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ ഐഡന്റിറ്റി മെട്രിക്സ് ഐ. അപ്പോൾ അതാണ് അതിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത്. ഓക്കെ, ആ പ്രോപ്പർട്ടി എഴുതുന്ന അതിൻ്റെ പ്രൂഫ് എഴുതണം. ഓക്കെ, ഫസ്റ്റ് പ്രോപ്പർട്ടി ഫൈ ഓഫ് 0 ഈക്വൽ ടു ഐ. വി നോ ദാറ്റ് ഫൈ ഓഫ് ടി ഈക്വൽസ് ഇ റൈസ് ടു എ ടി. Substituting the value of t as 0, we get phi of 0 equals e raised to 0, that is equal to 1, which is equal to I. That is the identity matrix. In the second property, phi inverse of t equal to phi of minus t. Phi inverse of t equals phi of minus t. ഓക്കെ, അപ്പോൾ അതിൻ്റെ കേസിൽ ഈ ഫൈ ഓഫ് ടിയുടെ എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ ഇ റൈസ് ടു എ ടി ആണ്. അപ്പോൾ ഈ ഫൈ ഓഫ് ടിക്ക് പകരം ഞാൻ എന്ത് കൊടുക്കും, ഇ റൈസ് ടു എ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഹോൾ ഓഫ് എന്ത് വരും, ഇൻവേഴ്സ് വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും, ഇ റൈസ് ടു മൈനസ് എ ടി എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഫൈ ഓഫ് മൈനസ് ടി എഴുതാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് ഫൈ ഇൻവേഴ്സ് ഓഫ് ടി ഈക്വൽസ് ഫൈ ഓഫ് മൈനസ് ടി. ഓക്കെ, ഇതാണ് അതിൻ്റെ പ്രൂഫ് വരുന്നത്. ദിസ് ഈസ് ദ പ്രൂഫ്. Phi inverse of t equal phi of minus t. അപ്പോൾ phi of t ന്റെ എക്സ്പ്രഷൻ e raised to a t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ e raised to minus a t എന്ന് വരും, which can be written as phi of minus t. So phi inverse of t equals phi of minus t. ഇതാണ് സെക്കൻഡ് പ്രോപ്പർട്ടി. തേർഡ് പ്രോപ്പർട്ടി, phi of t1 plus t2 equal to phi of t1 into phi of t2. ഇതാണ് തേർഡ് പ്രോപ്പർട്ടി. ഫൈ ഓഫ് t1 plus t2 ഈക്വൽ ടു ഫൈ ഓഫ് t1 ഇൻറ്റു ഫൈ ഓഫ് t2 വിച്ച് ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് t2 ഇൻറ്റു ഫൈ ഓഫ് t1. ഓക്കെ, ഫൈ ഓഫ് t2 ഇൻറ്റു ഫൈ ഓഫ് t1. അപ്പം അതിൻ്റെ പ്രൂഫ് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അപ്പം ഇവിടെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഫൈ ഓഫ് t1 plus t2 ആണ്. നമ്മൾ അത് എഴുതും, ഫൈ ഓഫ് t1 plus t2. ഓക്കെ, that is equal to അറിയാവുന്നത് ഫൈ ഓഫ് ടി ഈക്വൽസ് ഇ റൈസ് ടു എ ടി ആണ്. അപ്പോൾ ഇവിടെ ഫൈ ഓഫ് t1 plus t2 ചെയ്യാൻ വേണ്ടി ടിക്ക് എന്ത് കൊടുത്തു, t1 plus t2 കൊടുത്തു. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കണം, ടിക്ക് t1 plus t2 ചെയ്യാം. സോ ഇ റൈസ് ടു എ t1 plus t2 എന്ന് വരും. ഓക്കെ, എക്സ്പാൻഡ് ചെയ്യുമ്പം ഇ റൈസ് ടു എ t1 ഇൻറ്റു ഇ റൈസ് ടു എ t2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിന് നമുക്ക് എന്താണെന്ന് എഴുതാം, ഫൈ ഓഫ് ടി റൈസ് ടു എ ടി ആണെങ്കിൽ ഫൈ ഓഫ് എ t1 വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഫൈ ഓഫ് t1 എന്ന് എഴുതാം. ദിസ് ഈസ് ഫൈ ഓഫ് t2 എന്ന് എഴുതാം. ഓക്കെ, ഫൈ ഓഫ് t1, ദിസ് ഈസ് ഫൈ ഓഫ് t2 എന്ന് എഴുതാം. അപ്പോൾ അത് തിരിച്ചെഴുതാൻ സെയിം തന്നെയാണ്. ഇനി ഫോർത്ത് പ്രോപ്പർട്ടി, ഫൈ ഓഫ് ടി whole raised to n equal to phi of nt. Phi of t whole raised to n equal to phi of nt. അപ്പോൾ ഇവിടെ ഫൈ ടിക്ക് നമ്മൾ എന്ത് കൊടുക്കും, ഫൈ ടി ഈക്വൽ ടു ഇ റൈസ് ടു എ ടി ആണ്. ഓക്കെ, ഫൈ ടി ഈക്വൽ ടു ഇ റൈസ് ടു എ ടി, ദാറ്റ് ഈസ് ഇ റൈസ് ടു എ ടി the whole raised to n equals എന്ത് വരും, ഇ റൈസ് ടു n a t എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു, വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഫൈ ഓഫ് എൻ ടി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഫൈ ഓഫ് ടി ഹോൾ റൈസ് ടു n ഈക്വൽ ടു ഫൈ ഓഫ് എൻ ടി ആണ് പ്രോപ്പർട്ടി.
ഇതാണ് അതിൻ്റെ പ്രൂഫ് വരുന്നത്. പ്രൂഫിന് നമ്മൾ ഫൈ ഓഫ് ടിക്ക് ഇ റേസ് ടു എ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഇ റേസ് ടു എ ടി ദ ഹോൾ റേസ് ടു എൻ ഈക്വൽ ടു ഇ റേസ് ടു എൻ എ ടി ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് എൻ ടി. ഇനി ഫിഫ്ത്ത് പ്രോപ്പർട്ടി ഫൈ ഓഫ് T2 minus T1 into phi of T1 minus T0 equal to phi of T2 minus T0. ഇതാണ് സ്റ്റേറ്റ്മെന്റ്. അതിൻ്റെ പ്രൂഫ് ഇതിൻ്റെ കേസിൽ നമുക്കറിയാം ഇ റേസ് ടു എ ടി ആണ് അല്ലേ ഫൈ ഓഫ് ടി എന്ന് പറയുന്നത്. ഇ റേസ് ടു എ ടി ആണ് ഫൈ ഓഫ് ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ T2 മൈനസ് T1 എന്ന് പറയുമ്പോൾ ടിക്ക് T2 മൈനസ് T1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വി വിൽ ഗെറ്റ് ഇ റേസ് ടു എ T2 മൈനസ് T1 ഇൻറ്റു അടുത്ത ഇതിൻ്റെ കേസിൽ ഇ റേസ് ടു എ T1 മൈനസ് T0 ദാറ്റ് ഈസ് ഈക്വൽ ടു ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക. ഇ റേസ് ടു എ T2 ഇൻറ്റു ഇ റേസ് ടു എ മൈനസ് എ T1 e raised to a T1 e raised to minus a T0 that is equal to ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. ഇ റേസ് ടു മൈനസ് എ T1 ഇ റേസ് ടു പ്ലസ് എ T1 ബാക്കി റിമൈനിങ് വരുന്നത് വെച്ചാൽ ഇ റേസ് ടു എ T2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എ T0 കമ്പൈൻ ചെയ്യുമ്പം ഇ റേസ് ടു എ T2 മൈനസ് T0 എന്ന് വരും. ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് phi of T2 minus T0. ഇതാണ് 5 പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ്. phi of t ഈക്വൽ ടു ഇ റേസ് ടു എ ടി ആണ് സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ്. phi of 0 ഈക്വൽ ടു ഐ ആണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. എൻ്റെ പ്രൂഫിന് നമ്മൾ ടിക്ക് 0 കൊടുക്കും. സോ വി വിൽ ഗെറ്റ് ആസ് ഐ. സെക്കൻഡ് പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് phi ഇൻവേഴ്സ് ഓഫ് ടി ഈക്വൽ ടു phi ഓഫ് മൈനസ് ടി. phi ടിക്ക് ഇ റേസ് ടു എ ടി കൊടുത്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. So we will get a phi of minus t. Third property phi of t1 plus t2 equal to phi of t1 into t2 that is equal to phi of t2 into t1. അതിൻ്റെ പ്രൂഫ് phi of t ല് ടിക്ക് t1 plus t2 കൊടുത്തു. ഇവിടെ t1 plus t2 വരും. ഇ റേസ് ടു എയിലും t1 plus t2 വരും. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഈ ഫസ്റ്റ് വണ്ണിന് നമുക്ക് phi of t1 എഴുതാൻ പറ്റും. ഇ റേസ് ടു എ t2ന് phi of t2 എഴുതാൻ പറ്റും. സോ phi of t1 into phi of tt which is equal to phi of t2 into phi of t1 മെട്രിക്സ് ആണ്. നെക്സ്റ്റ് phi of t ഹോൾ റേസ് ടു എന്ന് വെച്ചാൽ phi of nt വരും. ഇവിടെ phi of t ഇ റേസ് ടു എ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഇ റേസ് ടു എ എൻ ടി വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു phi of nt വരും. ലാസ്റ്റ് പ്രോപ്പർട്ടി phi of t2 മൈനസ് t1 ഇൻറ്റു phi of t1 മൈനസ് t0 ഈസ് ഈക്വൽ ടു phi of t2 മൈനസ് t0. എൻ്റെ പ്രൂഫിന് വേണ്ടിയിട്ട് നമ്മൾ ഇ റേസ് ടു എ ടി എക്സ്പ്രഷൻ എടുക്കും അല്ലെ. phi of t എന്ന് വെച്ചാൽ ഇ റേസ് ടു എ ടി ആണ്. അതിൽ ഇത് കിട്ടാൻ വേണ്ടി ടിക്ക് T2 മൈനസ് T1 കൊടുക്കും. നെക്സ്റ്റ് ഇത് കിട്ടാൻ വേണ്ടി ടിക്ക് T1 മൈനസ് T0 കൊടുക്കും. അത് എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ടേമും കൂടെ അത് ഇ റേസ് ടു 0 1 വരും. റിമൈനിങ് എന്ന് വെച്ചാൽ ഇ റേസ് ടു എ T2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എ T0 വരും. കോമൺ എടുക്കുമ്പോഴത്തേക്ക് ഇ റേസ് ടു എ T2 മൈനസ് T0 കിട്ടും വിച്ച് ഇസ് ഈക്വൽ ടു phi ഓഫ് T2 മൈനസ് T0 എന്ന് കിട്ടും. അപ്പം നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ് അതിൻ്റെ ഇക്വേഷൻസ് എങ്ങനെയാണ് വന്നതെന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്തു. ദാറ്റ് ഈസ് ഈ phi ഓഫ് ടി ഈക്വൽസ് ഇ റേസ് ടു എ ടി ആണ് സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിന് റെപ്രസെൻറ്റ് ചെയ്യാനാണ് phi ഓഫ് ടി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ വരുമ്പോഴത്തേക്ക് ആ സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സിൻ്റെ ഇൻപുട്ട് കണ്ടീഷനുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ സൊല്യൂഷൻ എക്സ് ഓഫ് ടി. ഹോമോജിനിയസ് സിസ്റ്റത്തിൻ്റെ ഇക്വേഷൻ ആണ്. ഹോമോജിനിയസ് ഇക്വേഷൻ ആകുമ്പോഴാണ് എക്സ് ഡോട്ട് ഈക്വൽ ടു എക്സ് വരുന്നത്. നോൺ ഹോമോജിനിയസ് വരുമ്പോഴത്തേക്ക് എക്സ് ഡോട്ട് ഈക്വൽ ടു എക്സ് പ്ലസ് ബി യു ഫുൾ എടുക്കും. ഇത് ഹോമോജിനിയസ് ആകുമ്പോഴത്തേക്ക് എക്സ് ഡോട്ട് ഈക്വൽ ടു എക്സ് വരും. അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5 മാർക്സിന് സ്ഥിരം ചോദിക്കുന്നതാണ്. അതിൻ്റെ 5 പ്രോപ്പർട്ടീസും അതിൻ്റെ പ്രൂഫും നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് വീഡിയോയിൽ സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സിൻ്റെ പ്രോബ്ലം അതുപോലെ സൊല്യൂഷൻ ഹോമോജിനിയസ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ്റെ പ്രോബ്ലം നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പം തന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് ലഭിക്കും. അപ്പം പ്ലീസ് സപ്പോർട്ട് ദിസ് ചാനൽ. താങ്ക് യു.